ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് SI, യൂണിവേഴ്സിറ്റി, കമ്പനി ബോർഡ് തുടങ്ങിയ എക്സാംസിനൊക്കെ മെയിൻസ് വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പലരും പ്രിലിംസ് പാസ്സായിട്ടുണ്ടാകും. ഇനിയും എങ്ങനെയാണ് നിങ്ങൾ മെയിൻസിനെ അപ്പിയർ ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ മെയിൻസിൽ പരാജയപ്പെടുന്നതെങ്കിൽ അതിനുള്ള കാരണങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്, നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. വളരെ മിടുക്കരാണ്, ഒരുപാട് പേരെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രിലിംസിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടല്ല പഠനം തുടങ്ങേണ്ടത്. ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും തന്നെയും ഈ ഒരു സ്ട്രാറ്റജി റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പഠിച്ചവരല്ല, അവരതിന് മുമ്പ് തന്നെ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തീരുമാനമെടുക്കുക, പഠനം തുടങ്ങുക. എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് വേഴ്സസ് ജനറൽ ടോപ്പിക്. നമുക്ക് ഈ മെയിൻസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളതാണ്. മെയിൻസ് എക്സാം ഈസ് ഈക്വൽ ടു സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ശരിക്കും അങ്ങനെയല്ല. ഒന്ന് നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ സബ് ഇൻസ്പെക്ടർ അതിൽ ജനറൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 55 മാർക്കിനുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 45 മാർക്കിനാണ്. അങ്ങനെ 100 മാർക്കിൻ്റെ എക്സാമിൽ ജനറൽ ടോപ്പിക്കിനല്ലേ വെയിറ്റേജ് കൂടുതൽ. ഇവിടെ ഇനി അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 100 മാർക്ക് ജനറൽ ടോപ്പിക്കിനും 100 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനും. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ആയില്ലേ? 200 മാർക്കിന്റെ കേസ് വന്നപ്പോൾ. ഇനിയും LSGS സെക്രട്ടറി, LSGSൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ജനറൽ ടോപ്പിക്കിനും സ്പെഷ്യൽ ടോപ്പിക്കിനും 100 മാർക്ക്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പം വരാത്ത സിലബസ് വന്നിട്ടില്ല എല്ലാത്തിനെന്ന് പറയുന്നു? നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത് ആദ്യം എന്താണ്? നമ്മൾ ഈ ജനറൽ ടോപ്പിക്കിന് കൊടുക്കണം. ഇവിടുത്തെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ ആരും ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലേക്ക് കയറണം, നമുക്ക് ജനറൽ ടോപ്പിക്ക് പഠിച്ചെങ്കിൽ മാത്രമാണ്. അത് സ്പെഷ്യൽ ടോപ്പിക്കും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിന് സമയമുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കോർ ഏരിയയായ ഈ ഒരു ഏരിയയ്ക്ക് പരിഗണന കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നോക്കിക്കേ, ക്വാളിഫയിങ് എക്സാം വേഴ്സസ് റാങ്കിങ് എക്സാം. നമ്മൾ പ്രിലിംസ് പാസ്സായി അല്ലേ? പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് എക്സാം എഴുതാനുള്ള ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഒരു 50% മാർക്കുകൾ അല്ലെ അതിൽ താഴെയൊക്കെയാണ് എപ്പോഴും എന്തിൽ വരുന്നത്? പ്രിലിംസിൽ വരുന്നത്. എന്നാൽ നമ്മൾ മെയിൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു റാങ്കിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ 60-70% മാർക്ക് കിട്ടണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പം 200-ൽ എത്ര മാർക്ക് വേണം? ഏകദേശം 140ഓളം മാർക്ക് വേണം നമുക്കൊരു മെയിൻസ് എക്സാമിലേക്ക് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിലിംസിൽ എടുത്ത സ്ട്രാറ്റജീസ് ഉണ്ടാകും. ഇപ്പം ഞാനും പ്രിലിംസിന് വേണ്ടി കുറേ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി എടുത്താൽ നിങ്ങൾക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ആ സ്ട്രാറ്റജി മാത്രം പോരാ നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യാൻ. അവിടെ നമ്മൾ കുറച്ചുകൂടെ കഷ്ടപ്പെടണം. കാരണം ഓരോ റാങ്കും വിലപ്പെട്ടതാണ് അല്ലേ? നമ്മളെടുത്ത പ്രിലിംസിലെടുത്ത ഒരു സ്ട്രാറ്റജി ഇനി ഇവിടെ വർക്കൗട്ട് ആവത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. നോ മോർ MEM സ്ട്രാറ്റജി. ഈ MEM നമ്മൾ പ്രിലിമിനറി പറഞ്ഞു തന്ന സ്ട്രാറ്റജിയാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് മാത്രമായിട്ട് മെയിൻസിൽ കൊണ്ടുപോകരുത്. കാരണം സബ് ഇൻസ്പെക്ടർ എക്സാമിൽ നോക്കിക്കേ, പെർസെൻറ്റേജ് വെയിറ്റേജ് MEMൻ്റെ എത്രയാണ്? 30% ഉള്ളൂ. ഇവിടെ LSGSൽ നോക്കിക്കേ 15% ഉള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിക്കേ 20.5% ഉള്ളൂ. അപ്പം നമുക്ക് MEM വർക്കൗട്ട് ആവുമോ? ഒരിക്കലും വർക്കൗട്ട് ആവില്ല അല്ലേ? അത് വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ കോർ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ അടുത്തത് ഷോർട്ട് ടൈം ഫോർ ദ മെയിൻസ്. ഇതൊരു റീസൺ ആണ്. നമ്മൾ മെയിൻസിൽ പരാജയപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു ജൂൺ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അടുത്ത പ്രിലിംസിന് വേണ്ടി പഠിക്കണമെന്ന് പഠിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലോങ് ആയിട്ടേ പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മെയിൻസിൽ വരുമ്പോഴോ നിങ്ങളുടെ കയ്യിൽ വെറും 3 മാസമേ ഉണ്ടാവുന്നുള്ളൂ. ആ 3 മാസം കൊണ്ട് വേണം റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട്. അതിനുശേഷം പഠിക്കാനിരിക്കുന്നവരാണേ എങ്കിൽ. പക്ഷേ അതല്ല, നേരത്തെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ക്ലാരിറ്റി ഉണ്ടാകും. ഇനിയും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, മെയിൻസിൽ നമ്മൾ പൊട്ടിപ്പോകാനുള്ള ഒരു കാരണം ആ ഷോർട്ട് ടേമിലുള്ള ചിലപ്പം നമ്മുടെ സിലബസ് മാറും, ആ സമയത്തുണ്ടാവുന്ന റഷുകൾ മാത്രമാണ് അല്ലേ? ഇവിടെ നോക്കിക്കേ, നമ്മുടെ PSCയുടെ ഷെഡ്യൂൾസ് നോക്കിക്കേ. SBCID ഉണ്ട്. അതിൽ 2026 മെയ് ജൂലൈയിലാണ് നമ്മുടെ പ്രിലിമിനറിയുടെ ഷെഡ്യൂൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ മെയിൻസിൻ്റെ നോക്കിക്കേ ഓഗസ്റ്റ് ഒക്ടോബറിൽ ഷെഡ്യൂളാണ്. അപ്പോൾ എത്ര മാസം കുറവാണ്. ഇത് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ കേസിലും
സബ് ഇൻസ്പെക്ടറുടെ കേസിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേസിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കേസിലും ഇവിടെ എല്ലാം എന്താണ്, നമുക്ക് കിട്ടുന്ന മന്ത്സ് ഈ ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒക്ടോബർ കലണ്ടറിൽ നമുക്ക് എന്തുണ്ടാകും, മെയിൻസ് ഉണ്ടാകും. സോ അവിടെ കിട്ടുന്ന ടൈം ഡ്യൂറേഷൻ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഓവർ കോൺഫിഡൻസ്. നമ്മൾ വിചാരിക്കാം നമുക്കൊരു പ്രിലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഞാനൊരു പ്രിലിംസ് ക്ലിയർ ചെയ്തല്ലോ, ശരിയാണ്, നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷേ ഇനി അതെന്താവരുത്, നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആവരുത്. അത് ഞാൻ ക്ലിയർ ചെയ്തു. പലരും പറയാറുണ്ട്, പല കുട്ടികളും പരാജിതരാകുന്നത് ആ സെക്കൻഡ് സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റത്തുണ്ടാകും. ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ മാത്സ്, ഇംഗ്ലീഷ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കുറച്ച് വെയിറ്റേജ് ഉണ്ടാകും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ അവിടെ പോയി നമ്മൾ ക്രാക്ക് ചെയ്തു. പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കേരള PSC കൃത്യമായി പഠിക്കണം. എന്താണോ സബ്ജക്റ്റ്, കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ ജോഗ്രഫി ഉണ്ടോ, ജോഗ്രഫി, അതോടൊപ്പം തന്നെ ഹിസ്റ്ററി പഠിക്കണം. ഈ ഹിസ്റ്ററി പഠിച്ച് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അവിടെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ വലിയ രീതിയിൽ വർക്കൗട്ട് ആവത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവർ കോൺഫിഡൻ്റ് ആവണ്ട, കോൺഫിഡൻ്റ് ആവണം, ഓവർ കോൺഫിഡൻ്റ് ആകാതെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ അവിടെ എന്ത് വേണം, കോൺഫിഡൻസ് വരണമെങ്കിൽ മിനിമം നിങ്ങൾ ഒരു 4 to 5 hours എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠനത്തിൽ കൊണ്ടുവരണം. ഇനി നോക്കിക്കേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നിങ്ങളുടെ പഠനം എത്രമാത്രം ക്രിസ്പി ആക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എത്രമാത്രം ഫോക്കസ്ഡ് ആവണമെന്നൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ നമ്മുടെ 600ാമത്തെ റാങ്കിലുള്ള ആൾക്ക് നമ്മുടെ ടെസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 144.66. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 164.66 മാർക്കാണ്. ഇൻ്റർവ്യൂവിന് 20 മാർക്ക് കൂടെ കിട്ടിക്കഴിയുമ്പോൾ 164 മാർക്കാണ്. 164 മാർക്ക്, 163 മാർക്ക് .66, 162.67. ഈ 3 റാങ്ക് മാർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. എല്ലാത്തിനും ഡിഫറൻസ് എത്രയാണ്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും അവരുടെ റാങ്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുക ഒരു 10 റാങ്കൊക്കെ പോകുമെന്ന്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നോക്കിക്കേ, അവരുടെ റാങ്ക് 600 ആയിരുന്നു, 700 ഒരാളുടെ മാറി. വെറും 1 മാർക്കിന് 100 റാങ്കാണ് പുറകിലേക്ക് പോയേക്കുന്നത്. അടുത്ത ആൾ 800ലേക്ക് എത്തി. അപ്പം മനസ്സിലായല്ലോ, ഒരു മെയിൻസ് എക്സാമിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പ്രിലിമിനറി പാസ്സായിട്ടുണ്ടെങ്കിൽ, ഈ പ്രിലിമിനറി പാസ്സായി ഒരു മെയിൻസിൻ്റെ സിലബസ് വന്ന് ചേഞ്ചസ് ഉണ്ട്, എല്ലാവർക്കും മാറ്റമാണ്. ഇപ്പം കിട്ടിയിരിക്കുന്ന അവസരത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ വിജയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠനം സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കേണ്ടത് മാത്രം പഠിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിക്കുക, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പെരിഫറൽ PSC മാത്രമല്ല പഠനം എന്ന് പറയുന്നത്, ഡെപ്തിൽ സബ്ജക്റ്റ് വേണം ഓരോ സബ്ജക്റ്റിലും. ഇപ്പം നിങ്ങൾ ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ജോഗ്രഫി അറിഞ്ഞ് പഠിക്കുക. അതെന്താണോ, ഇപ്പോൾ പലരും സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. ഒരു ടോപ്പിക്ക് അവിടെ കിടക്കുന്നു, ഇവിടെ ഒരു ടോപ്പിക് കിടക്കുന്നു, ഇങ്ങനെ ക്ലബ് ചെയ്ത് ഒരുമിച്ചായിരിക്കില്ല നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായ ഒരു പഠന സ്ട്രാറ്റജിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, SI എക്സാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, SBCID തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും മെയിൻസ് പരിശീലനം ടീം CC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളോടൊപ്പം മെൻറ്റേഴ്സ് ഉണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ടീവ് സിസ്റ്റം വളരെ വലുതായിരിക്കും. ഞങ്ങൾ ഒരു മികച്ച അധ്യാപകരുടെ പാനലായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ നമ്മുടെ ജോഗ്രഫി ആയാലും, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും, മെയിൻ സബ്ജക്റ്റുകളായാലും, കറണ്ട് അഫയേഴ്സ് ആയാലും ഒക്കെ പ്രോപ്പർലി നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, ടീം CCയുടെ ഭാഗമാകുക. ചെറിയ ഫീസുകൾ മാത്രമാണ്. ഓൺലൈനിൽ ക്ലാസ്സുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത ഒരു മെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ മെൻറ്റർ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെപ്പോലെ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടിയ ആൾക്കാരായിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പരീക്ഷ അഭിമുഖീകരിക്കാൻ സാധിക്കും. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് തന്നെ കണക്ട് ചെയ്തോളൂ. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ പറയാം, 8590202323. ഇനിയും താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണത്. അതിലേക്കും ഒന്ന് ജോയിൻ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ അതിലിടുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.